ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിൽ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ആ ഒരു റിപ്പോർട്ട് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ച ഏതൊക്കെ സ്റ്റോക്സുകളാണ് അവർ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം 5 സ്റ്റോക്സുകളാണ് ഈ ആഴ്ച അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് കോൺകോർഡ് ബയോടെക്, റാഡിക്കോ ഖൈത്താൻ, അതുൽ, വിനതി ഓർഗാനിക്സ്, അതുപോലെ CDSL. അപ്പോൾ ഈ 5 സ്റ്റോക്സുകളാണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ സ്റ്റോക്സുകളായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് കോൺകോർഡ് ബയോടെക് ആണ്. അപ്പോൾ ഈ കോൺകോർഡ് ബയോടെക് 1620 ലെവലിന് എബവ് പോയി കഴിഞ്ഞാൽ ബൈ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു റിവേഴ്സൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1620 മുകളിലാണ് ബൈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ലെവലിൽ ഇനി ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1350 താഴെയാണ്. അതായത് ഈ ഒരു ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്. ഇനി ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 2054 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടാർഗറ്റ് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 1.6 ആണ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഇതാണ് ഇതിൻ്റെ ഇനി ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന്. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഹൈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, പോസിറ്റീവ് പ്രോഫിറ്റ് ഗ്രോത്ത്, ലോ ഡെപ്റ്റ് ലെവൽസ്, ഹെൽത്തി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ, ഹൈ പിയോട്രോസ്കി സ്കോർ, അതുപോലെ ലാർജ് മാർക്കറ്റ് ക്യാപ്. അപ്പോൾ ഈ 7 കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് 1620 ലെവലിൽ സ്റ്റോക്സ് ബ്രേക്ക് ചെയ്യുന്ന വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് റാഡിക്കോ ഖൈത്താൻ ആണ്. അപ്പോൾ അത് പറയുന്നത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ട് നടന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ ആ ഒരു പാറ്റേൺ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബൈ ലെവൽ എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ബൈ ലെവൽ റെക്കമെൻഡ് ചെയ്തത് 1820 മുകളിലാണ്. അതായത് ഈ ഒരു ഹൈക്ക് മുകളിൽ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് ബൈ പറയുന്നത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1648 ആണ്. അതായത് ഈ ഒരു ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 2235 ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റാഡിക്കോ ഖൈത്താൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ റാഡിക്കോ ഖൈത്താൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് കാരണം പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ ഹെൽത്തി ഫിനാൻഷ്യൽസ് ആണ്, പോസിറ്റീവ് റിട്ടേൺ മെട്രിക്സ് ഉണ്ട്, അതുപോലെ സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഉണ്ട്, ലാർജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 6 കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 1820 ലെവലാണ് ആ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 2.4 ആണ്. ഇനി അടുത്ത സ്റ്റോക്സ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അതുലാണ്. അപ്പോൾ അതുൽ പറയുന്നത് സ്ട്രോങ് റിവേഴ്സലാണ് പറയുന്നത് സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് നമുക്ക് ചാർട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു ലെവലിൽ ബ്രേക്ക്ഔട്ട് ചെയ്താൽ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 5540 ആണ്. ഓക്കെ, ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. പിന്നെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 8900 ആണ്. ഓക്കെ, ഇതാണ് ടാർഗറ്റ് പറയുന്നത്. പിന്നെ ഇത് വീക്ക്ലി ചാർട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡെയിലി മറ്റ് വീക്കിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീക്ക്ലി ചാർട്ടിലാണ് ഈ ഒരു ബ്രേക്ക്ഔട്ട് പറയുന്നത്. അപ്പോൾ വീക്ക്ലി ചാർട്ടിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതാണ് സ്റ്റോപ്പ് ലോസ്. ഇനി നമുക്ക് അതിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെക്ക് ചെയ്യാം.
അപ്പോൾ അതിലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിന് റീസൺ പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഓപ്പറേഷൻസ് ഉണ്ട്, അതുപോലെ ഇന്നോവേഷൻ ആൻഡ് R&D ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺസ് നല്ലതാണ്, ഓപ്പറേഷൻ എഫിഷ്യൻസി നല്ലതാണ്, മോഡറേറ്റ് ഡെപ്റ്റ് ലെവൽസ് ആണ്, ഡിവിഡൻഡ് yield ഉണ്ട്. അപ്പോൾ ഈ ഒരു 7 കാരണം കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്ക്ലി ബ്രേക്ക്ഔട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വിനതി ഓർഗാനിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഒരു സ്ട്രോങ് റിവേഴ്സിൽ വരുന്നുണ്ട്, അതായത് ട്രെൻഡ് ലൈനിൽ നിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വീക്ക്ലി ക്യാൻഡിൽസ് ആണ് അവർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വരുന്നതാണ് പറയുന്നത്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് ഒരു റിവേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 1685 മുകളിലാണ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിന് മുകളിലാണ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1460 താഴെയാണ്. അതായത് ഈ ലോക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഇനി ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 2185 ആണ്. ഈ ഒരു ലെവലിലാണ് ടാർഗറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 2.2 ആണ്. ഇനി നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണ്, അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നല്ലതാണ്, ലോ ഡെപ്റ്റ് ആണ്, അതുപോലെ ഡിവിഡൻഡ് yield ഉണ്ട്, സ്റ്റേബിൾ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു 7 കാരണം കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഇപ്പോൾ നിലവിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് വീക്ക്ലി ക്യാൻഡിൽസ് ആണ്. അപ്പോൾ വീക്ക്ലി ക്യാൻഡിൽസിൽ ഈ ഒരു 1685 ലെവൽ ബ്രേക്ക്ഔട്ട് വരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റോക്സ് വാച്ച് ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഇനി അടുത്ത സ്റ്റോക്സ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് CDSL ആണ്. അപ്പോൾ CDSL പറയുന്നത് ഇതും സ്ട്രോങ് റിവേഴ്സലിലാണ് പറയുന്നത്, സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ RSIയും നല്ലതാണെന്ന് പറയുന്നുണ്ട്, സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 2070 മുകളിലാണ് ബൈ പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1785 ആണ്. ഓക്കെ, അപ്പോൾ 1785 താഴെ സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 2918 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 2.9 ആണ്. ഇനി ഈ സ്റ്റോക്സ് നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ CDSലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പിന്നെ ബിസിനസ് ഓവർവ്യൂ, ഫിനാൻഷ്യൽ പെർഫോമൻസ്, ലോ ഡെപ്റ്റ്, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത്, പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ, സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്. അപ്പോൾ ഈ ഒരു 7 കാരണം കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് CDSൽ ഫണ്ടമെൻ്റലി നിലവിൽ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് ഈ ആഴ്ച സ്റ്റോക്ക് എഡ്ജ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ സെബി രജിസ്റ്റേർഡ് ആണ്, റിസർച്ച് അനലിസ്റ്റ് ആണ്. നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ലെവൽസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇത് ബൈ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് അവരുടെ ആ ഒരു സ്റ്റോക്ക് എഡ്ജിൻ്റെ ആ ടെക്നിക്കൽ റിപ്പോർട്ട് നമ്മുടേതായ ഒരു ടെക്നിക്കലും അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഈ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.